അങ്ങനെ ഏതാണ്ട് പുതിയ സ്കൂട്ടർ എടുത്ത് 2 വർത്തമാനം സ്റ്റേജിലിരുന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് അമ്മൂമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാനായിരുന്നു. കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു അമ്മൂമ്മയ്ക്ക് ഒരു സ്മാർട്ട് ഫോൺ മേടിച്ചു കൊടുക്കണം. കുറെ നാളായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടേടാ, എനിക്ക് റീല് കാണണോടാ, നിന്റെ വീഡിയോസ് ഒക്കെ കാണണോടാ. പക്ഷെ അതിനുള്ള സാഹചര്യം കിട്ടില്ല. ഏതാണ്ട് ഇപ്പം അത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഐക്യുവിന്റെ ഒരു സ്മാർട്ട് ഫോൺ മേടിച്ചു കൊടുത്തു. ആളുടെ സന്തോഷം കണ്ടോ. പക്ഷെ ഇപ്പൊ തോന്നുന്നു മേടിച്ചു കൊടുക്കണമായിരുന്നു. ഫുൾ ടൈം യൂട്യൂബും റീലും കണ്ടോണ്ടിരിക്കുവാടെ. അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ നമ്മൾ നേരെ വണ്ടി സർവീസിന് കൊടുക്കാൻ പോവാണ്. കാരണം വണ്ടി കുറെ നാളായി സർവീസിന് കൊടുത്തിട്ട് 30,000 സർവീസ് കഴിഞ്ഞ് വണ്ടിക്കകത്ത് അവിടെ ഇവിടെ മൊത്തം പേപ്പറും എന്റെ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ മൊത്തം ആടിക്ക് പറക്കി ഒന്ന് സെറ്റാക്കി കവറിലോട്ട് മാറ്റിയതിന് ശേഷം വണ്ടി നമ്മൾ ടൊയോട്ടയെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കായംകുളം ടൊയോട്ടയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ കൂടെ നമ്മൾ രാവിലെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഉച്ചരയൊക്കെ ആകുമ്പോഴത്തേക്ക് വണ്ടി കിട്ടും. സോ അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു സർവീസിന് മുമ്പ് ടൊയോട്ട മാറിയും ചെയ്ത് അച്ഛനം ബുച്ഛനം ഫോട്ടോ എടുപ്പാണ്. പക്ഷെ എനിക്ക് ടൊയോട്ടയുടെ സർവീസിന് ഇന്നേ വരെ ഒരു കംപ്ലൈന്റ് ഇല്ല. നല്ല പക്ക. നിങ്ങൾക്ക് അങ്ങനെയാണ് അനുഭവം? ഭയങ്കര സ്മൂത്ത് ആണ്, എല്ലാം വലിയ ലാഗ് ഇല്ല. 30,000 കിലോമീറ്ററിന്റെ സർവീസിന് എനിക്ക് ആകെ ആയത് 9,000 രൂപയാണ്. അത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക് മാറ്റുന്ന ശീലമുണ്ടേ. ബ്രേക്ക് ഷൂ ഞാൻ ചവിട്ടി അങ്ങ് തീർക്കാറുണ്ട്. സോ അത് മാറ്റിയോണ്ടാണ് എത്രയും വന്നത്. ഇല്ലായിരുന്നെങ്കിൽ അതിന്റെ താഴെ വരത്തുള്ളൂ. അതും കഴിഞ്ഞ് വീട്ടിൽ വന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അഭിരാമിക്ക് ഒരു സർപ്രൈസ് കൂടെ കൊടുക്കാന്ന് വിചാരിച്ചത്. ഈ സർപ്രൈസ് കാണുമ്പോൾ അഭിരാമി ഞെട്ടുമെന്ന് എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നടന്നു. അത് അടുത്ത വീഡിയോയിൽ കാണാം. ഫോളോ ചെയ്തൊക്കെ മറക്കണ്ട.